അസ്സലാമു അലൈക്കും. എ ടു സെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സമാധാനം, സന്തോഷം, ഐശ്വര്യം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വന്നിട്ടുള്ളത് ഡബിൾ ഫ്ലെയറിൽ ഒരു സ്കേർട്ടും ഒരു ക്രോപ്പ് ടോപ്പും. അപ്പൊ അതിന്റെ കട്ടിങ് കാണിക്കാം കേട്ടോ. സ്റ്റിച്ചിങ് ടൈം ഉണ്ടെങ്കിൽ കാണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ഇത് അത്യാവശ്യം വീതിയുള്ള 60 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് കേട്ടോ. ഇത് എത്ര മീറ്റർ? 1.5 മീറ്റർ ക്ലോത്താണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞെടുത്ത് കസ്റ്റമർ വന്നിട്ടുണ്ട് ഇത് മീഡിയം പിന്നെ നെറിവിട്ട സ്കേർട്ട് ചെയ്യാനാണ് ക്ലോത്ത് കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീതി ഇല്ലാത്ത ക്ലോത്ത് ആയിരിക്കുന്നു. അപ്പൊ വീതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഡബിൾ ഫ്ലെയർ ആയിട്ട് നമുക്ക് ചെയ്യാന്ന് അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇത് അടിപൊളിയാക്കി കൊടുക്കണം. ഇവർക്ക് കല്യാണത്തിനുള്ളതാണ് കേട്ടോ. അപ്പൊ എങ്ങനെ നോക്കാം. നമ്മളിങ്ങനെ ആദ്യം നമ്മള് 2 മടക്കി കണ്ടോ. ആദ്യം നമ്മൾ 2 മടക്കി. ഓക്കെ, നല്ല വെയിറ്റ് ആണ് കേട്ടോ. ഈ കല്ലൊക്കെ പറിച്ച് സ്റ്റിച്ച് ചെയ്യണം. അതാണ് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാൻ കഴിയുമോ അറിയില്ല, നോക്കാം നമുക്ക് കേട്ടോ. 2 മടക്കിയിട്ട് പിന്നെയും മടക്കിട്ടോ, വീണ്ടും ഇതേപോലെ മടക്കി നമ്മൾ ടേബിളിൽ നിന്ന് കേട്ടോ. 2 വയസ്സോ 3 വയസ്സെങ്ങാണ്ട് അത്ര പ്രായമുള്ള കുട്ടിക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ക്ലോത്തിനെ നമ്മള് കേട്ടോ ഇങ്ങനെ മടക്കി, എന്നിട്ട് നമ്മള് ഇങ്ങനെ മടക്കി. ഓക്കെ, ഞങ്ങൾ മാക്സിമം ഇതിന്റെ ഫ്ലെയർ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തുണിന്റെ മാക്സിമം ഫ്ലെയർ എടുക്കുക, മുകൾ ഭാഗത്ത് അലാസ്റ്റിക് കൊടുത്തിട്ട് കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബാൻഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റൂല. നമുക്ക് പിന്നെ താഴ്ഭാഗത്ത് മുകൾ ഭാഗത്ത് അലാസ്റ്റിക് കൊടുക്കുകയാണെങ്കിൽ താഴ്ഭാഗത്ത് നിന്ന് എത്രത്തോളം നമുക്ക് ഫ്ലെയർ കിട്ടുമോ അത്രത്തോളം ഫ്ലെയർ എടുത്തിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ നല്ല തിക്കിൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ കഴിയും. അപ്പൊ അത് നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ആള് ലെങ്ത് നോക്കട്ടെ. ലെങ്ത് എത്ര അടി? 16. അപ്പൊ നമ്മൾ ചെയ്യണം എന്താന്ന് വെച്ചാല് ആൾക്ക് 16 ഇഞ്ച് ലെങ്ത് മതി. അത്രയും കുഞ്ഞു ആവേണം കേട്ടോ. 16 ഇഞ്ച് ലെങ്ത് മതി. അപ്പൊ അതിലേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 16.5. ഈ താഴ്ഭാഗത്തും കിട്ടണം കേട്ടോ. ഈ മുകൾ ഭാഗത്ത് ഇത് കണ്ടുകാണ്ട് നമ്മള് താഴ്ഭാഗത്തത് നോക്കാതിരിക്കരുത്. ഇവിടെ കണ്ടോ, ഇവിടെ വേസ്റ്റ് ക്ലോത്ത് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങോട്ട് ഇവിടുന്ന് ആവണം നമ്മള് ഇത് ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഇത്രത്തോളം ക്ലോത്ത് വേസ്റ്റ് ആയി പോകും. ഓക്കെ, 16ക്ക് നമ്മള് 1/2 കൂട്ടിയിട്ട് 16.5 മാർക്ക് ചെയ്യാണ് കേട്ടോ. കണ്ടോ, 16.5 മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയുള്ളത് നോക്കുക കേട്ടോ. ഇവിടുന്ന് ഇപ്പൊ 28.5 ഇഞ്ചാണ് ലെങ്ത്. കണ്ടോ, ഇത് കിട്ടിയത് എവിടുന്നാണ്? ഇവിടെ മുതലാണ് കേട്ടോ. അപ്പം ഇതിപ്പോ നമ്മളൊരു ബാൻഡായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹിപ്പ് ലൂസിനെ ഇട്ടുകൊണ്ട് അരിച്ചിട്ട് ഇവിടെ ആയിരിക്കും അതിന്റെ കട്ടിങ് വരിക. ഓക്കെ, അപ്പോൾ അപ്പോഴേ കിട്ടുള്ളൂ. ഇത് ഇത്രയും നമ്മൾ ഇവിടെ ഇത് കൊടുക്കണം. നമുക്ക് അലാസ്റ്റിക്കിൽ ഇട്ടിട്ട് നല്ല താഴ്ഭാഗത്ത് നല്ല ഫ്ലെയർ ഉണ്ടാവാനും മുകൾ ഭാഗത്ത് അലാസ്റ്റിക് ഇട്ടിട്ട് നല്ല ഞെറി പോലെ വരാനും അവർക്ക് നന്നായി ഞെറിവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കൂടുതൽ എടുക്കുകയാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇത് ബാൻഡായിട്ട് വരികയാണെങ്കിൽ ഇവിടെ കുറച്ചും അവിടുന്ന് ഇങ്ങോട്ടുള്ള വിടുത്തേ കിട്ടുള്ളൂ. അപ്പൊ നല്ല വിടുത്ത് കിട്ടണം. മേലെ അലാസ്റ്റിക് കിട്ടാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 28.5, ആ 28.5 ഇവിടെ മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങളെ പേരക്കിടാവോ പിന്നെ മക്കളോ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ ഒക്കെ ഇപ്പൊ 6ാം ക്ലാസ് പഠിക്കണ മോളുടെ നമുക്ക് സ്റ്റുഡന്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ചെറിയ മക്കൾക്കൊക്കെ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് ഇതേപോലെ ഒരു മിഡി അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ ഇത് അടിച്ചുണ്ടാക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ക്ലാസ്സാണ് കേട്ടോ. ഈ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളാണെങ്കിലും എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണത് എനിക്കും ചെയ്യാൻ കഴിയുമോ അങ്ങനെ ശങ്കിച്ചിട്ടുള്ളവരുണ്ടാവൂലേ. അവരുടെ അടുത്ത് പറയണം അടിപൊളിയായിട്ട് ക്ലാസ് തരും, നന്നായി പഠിക്കാനും കഴിയും കേട്ടോ. ആ രീതിയിൽ ഈ എ ടു സെറ്റ് അക്കാദമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. 500 രൂപ മാത്രം നിങ്ങൾ അടച്ചാൽ മതി കേട്ടോ. 6 മാസം വരെ പഠിക്കുക. ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക് എല്ലാം പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര 12 അല്ലേ? ആ 12 നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്തു. കണ്ടോ, അപ്പൊ ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. അപാര വീതിയായിരിക്കും. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്താലോ. ഓക്കെ, ഇത് എൻ്റെ കത്രികയും തുണിയും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് കുറവാണ്. കാരണം അതിന് മാത്രം കല്ല് ഉള്ളിലുണ്ടായതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കിട്ടാത്തത്. ഈ കത്രിക ആയിട്ടാണ് ഈ തുണിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. ഈ കത്രികക്ക് ഒരു സീക്രട്ട് ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വലിപ്പമുണ്ട് അല്ലേ. ഇതിൻ്റെ
ഉമ്മാൻ്റെ ഏറ്റവും വലിയ മോന്, അതിൻ്റെ വലിയ ബ്രദർ എനിക്കൊരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നതാണ് ഈ കത്രിക. അപ്പോൾ എപ്പോഴും ഞാൻ ഈ കത്രിക എടുക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കില്ല കേട്ടോ, അവർ മരിച്ചു പോയിന് 23 വർഷമൊക്കെ ആയി. അപ്പോൾ അവർ ഞാൻ ആലോചിക്കും, അപ്പം തന്നെ എൻ്റെ കകാനെ ആലോചിക്കും, അപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കും ഇത് എനിക്ക് തരാൻ തോന്നിയ നല്ല മനസ്സിനും പിന്നെ എന്നും ഈ സ്നേഹം ഞങ്ങൾക്ക് നിലനിർത്തി തരാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഓക്കെ, ഈ കത്രികക്ക് നല്ല സൈസ് ഉണ്ട്. നല്ല ഇത് കൊടുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൈക്ക് ഇത് താങ്ങൂലാന്ന് ഉണ്ടോ, നല്ല വെയിറ്റ് ആണ്. പക്ഷെ ഇതുകൊണ്ട് ഞാൻ ഒരുപാട് കട്ട് ചെയ്തിട്ട് നല്ല കോൺഫിഡൻറ്റ് തന്നിട്ടുണ്ട്. ഏത് ക്ലോത്തും കട്ട് ചെയ്യാൻ പിന്നെ ഇത് ഓക്കെയാണ്. ഈ ക്ലോത്ത് ഈ കത്രിക ഈ കത്രിക ഇത്രയും നമ്മൾ കട്ടിയുള്ള ക്ലോത്തിനെ ഇത്രയും കല്ലൊക്കെ ഉണ്ടായിട്ടും നമുക്കിത് മറികടക്കാൻ കഴിഞ്ഞത് ഈ കത്രികന്റെ ഒരു പവർ കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ കത്രിക എടുത്തപ്പോൾ ഞാൻ എൻ്റെ കാക്കാനെ ഓർത്ത് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തൊക്കെ ഉണ്ടായിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതും കൂടെ ഞാൻ ജസ്റ്റ് സമയത്ത് പറഞ്ഞു പോയിന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിത് കട്ട് ചെയ്യാം. ഇതെങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഇനി നമ്മൾ നിവർത്തി വെക്കിയാലോ? കേട്ടോ, ഇത്രയും ഫ്ലയർ ഉണ്ട്. അപ്പൊ ആൾക്ക് കാണിക്കാം. മുകൾ ഭാഗത്ത് നമ്മൾ ഇത് ഇത്രയും ഫ്ലയർ കിട്ടിയത് എങ്ങനെ കിട്ടിയതാണ്? മുകൾ ഭാഗത്ത് ഇറക്കി ചെയ്തതുകൊണ്ടാണ്. അപ്പൊ നല്ല അലാസ്റ്റിക് ഇട്ട് വരുമ്പോ ഇതിങ്ങനെ വരും കേട്ടോ. കേട്ടോ, ഇട്ടാൽ മോള് നല്ല ഭംഗിയിൽ നിൽക്കും. നമുക്കിത് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിലാണ് കേട്ടോ, സാറ്റിൻ ക്ലോത്തിലാണ് കേട്ടോ. അപ്പൊ സാറ്റിനിൽ ചെയ്യുമ്പോൾ ഇതിന്റെ 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുകയാണ് നമ്മൾ കേട്ടോ. ഇതില് 1 ഇഞ്ച് കുറച്ചിട്ട്. അപ്പൊ ഇത് എത്ര ഉള്ളത് നോക്കുക. ഇത് 16 കേട്ടോ. അപ്പോ ഒരു 15 നമ്മൾ എടുക്കുക. 15. അപ്പൊ ഇത് 1.5 മീറ്റർ ഉണ്ടായിരിക്കുമോ? 1 മീറ്റർ ഉള്ളൂ അല്ലേ? നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇത് നമുക്ക് നേറിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. കുഴപ്പമില്ല, 1 മീറ്റർ ഉള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളിതിനെ വീണ്ടും ഇതേപോലെ തന്നെ മടക്കുകയാണ് കേട്ടോ. ഇതും ഇതൊന്ന് കറക്റ്റ് ചെയ്യട്ടോ. ഒരു ക്ലോത്ത് കയറി നിന്നിട്ട് ഒരിത്തിരി ക്ലോത്തിന്റെ കുറവ് വരും. ഒരിത്തിരി കയറി നിന്നാൽ ഒരിത്തിരി ക്ലോത്തിന്റെ കുറവ് വരും. ഇത് നമ്മൾ 8 ആയിട്ട് തന്നെ മടക്കി. ഇപ്പോൾ 16 അല്ലേ? 16 എടുത്തൂലേ നമ്മൾ? ഇത് കിട്ടണത് 15. അപ്പം നമ്മൾ 15 ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവെടുത്തു 20 20 20 കേട്ടോ. ഇത് എത്രയുള്ളത് നോക്കല്ലേ? ഇത് 4.5. ഇവിടെ 4.5 മാർക്ക് ചെയ്തു. എന്നാലും ഇത് നമ്മൾ നോക്കാം, അത്യാവശ്യം ഉണ്ടാവും ഇവിടെ. അത്യാവശ്യം അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്ത പീസിൽ സാറ്റിൻ ക്ലോത്തിൽ നമ്മൾ കണ്ടോ ഇത്ര വിട്ടാണുള്ളത്. ഇത് മതി, ഇതാണ് ശരിക്കും നോർമലായിട്ട് മതി. ബട്ട് നമ്മൾ അത് നല്ല നെറിവ് കിട്ടാൻ വേണ്ടി താഴോട്ട് പോയതാണ്. ഓക്കെ, നല്ല വിടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ ലെവലിൽ നമ്മൾ ഇയാളെ ഇതെന്തിനാ, ഇത് സ്റ്റിഫായി നിൽക്കണം, നല്ല പൊങ്ങിക്കണം. ഒരു എക്സ്ക്യൂസ് ആ കാര്യത്തിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ആ എക്സ്ക്യൂസ് ഒന്നും പറയാതെ തന്നെ നന്നായി പൊങ്ങി നിൽക്കുന്ന രൂപത്തിൽ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര വേണ്ട, 1.5 മീറ്റർ വേണമെന്ന് തന്നിട്ടുണ്ട്, 2 മീറ്ററോളം തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇതിൻ്റെ കറക്റ്റ് അളവിൽ വീണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ സ്റ്റിഫ് നെറ്റ് ഫ്രോക്ക് നന്നായി പൊങ്ങിക്കാനുള്ള ഒരു ഐഡിയ ഇതാണ്. ഇതേപോലെ ചെയ്യുക. ഇതേപോലെ സ്മൂത്തായ സ്റ്റിഫ് നെറ്റ് ആയിരിക്കണം. നമ്മൾ റഫായ വൈറ്റ് ഉണ്ടല്ലോ, വലിയ ഹോളൊക്കെ വരുന്നത്, അത് കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കും കേട്ടോ. അപ്പം അത് വേണ്ട. ഓക്കെ, ഇത് എത്ര ഉള്ളത് നോക്കട്ടോ. ഇവിടെ നമ്മൾ മടക്കി വെച്ചത് പോയോ? ഇവിടെ വരെയാണ്. ഇത് ബ്ലാക്കും എല്ലാം ബ്ലാക്ക് ആയിട്ടേ കൺഫ്യൂഷൻ. ഓക്കെ, 20. ഇത് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സ്റ്റിഫ് നെറ്റിൻ്റെ മേലെ നമ്മൾ പിന്നെ സാറ്റിൻ കട്ട് ചെയ്ത പീസ് വെച്ചു. അപ്പോൾ കറക്റ്റ് നമ്മൾ ഇങ്ങനെ വെക്കൂലേ, അപ്പോൾ ഇങ്ങനെ കറക്റ്റ് വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു 1 ഇഞ്ച് മേലോട്ട് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ മടക്കിയടിക്കും സ്റ്റിഫ് നെറ്റിനെ കവർ ചെയ്തിട്ട്. അപ്പോൾ സ്റ്റിഫ് നെറ്റ് ഒന്ന് ചെറുതായിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഓക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കോട്ടൺ ആണ് കേട്ടോ. നെക്സ്റ്റ് കോട്ടൺ കുറച്ച് പണി ഉണ്ടാവും കട്ട് ചെയ്യാൻ. ഇതേപോലെ തന്നെ കോട്ടൺ നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. കോട്ടൺ നമ്മൾ അടിപൊളിയായി കട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും സ്റ്റിഫ് നെറ്റ് കൂടുതലാണ് കേട്ടോ. ഇനി നമ്മൾ ഇതും അതേപോലെ മടക്കുകയാണ്. എന്നിട്ട് നമ്മൾ എത്ര പോരാത്തതെന്ന് വെച്ചാൽ പീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. കോട്ടന് നമ്മൾ ഈ പ്രിൻ്റൊക്കെ ഉള്ളത് ഉള്ളോട്ട് പോയിക്കോളൂ. അപ്പോൾ നമ്മൾ ഇത് സ്കേർട്ടിന് ഉപയോഗിക്കുക, ബാക്കി ഭാഗം ക്രോപ്പ് ടോപ്പിന് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ പീസൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതും നമ്മൾ ഇതേപോലെ മടക്കി കുറച്ച് വലിയതാക്കി മടക്കട്ടോ. കാരണം ക്ലോത്ത് കിട്ടൂല. കുറച്ച് ക്ലോത്ത് നമ്മൾ വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ഇതിനെങ്ങോട്ട് മടക്കി കണ്ടോ, ഇവിടെ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടാണ് സെറ്റ് ആക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെ സാറ്റിൻ ക്ലോത്തിൻ്റെ കറക്റ്റ് അളവിൽ കേട്ടോ, ഒരു എക്സ്ക്യൂസും ഇല്ലാതെ ഇതിൻ്റെ അതേ അളവിൽ ഇതും കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലോത്ത് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്ലോത്തിനെ കളയരുത് എന്ന് ഉദ്ദേശിച്ചിട്ട്, വേസ്റ്റ് ആക്കരുത് എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് ആ കുറച്ച് ക്ലോത്ത് നമ്മൾ മേലോട്ട് മടക്കുക കേട്ടോ. കുറച്ച് ക്ലോത്ത് നമ്മൾ മേലോട്ട് മടക്കിയിട്ട് കേട്ടോ, ഇങ്ങനെ മടക്കി. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ മടക്കി. അപ്പോൾ നമ്മൾ ആ വേസ്റ്റ് ക്ലോത്ത് നമുക്ക് അത്രയും വേസ്റ്റായി പോയില്ലല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും തുണി വേസ്റ്റ് ആക്കാതെ നോക്കണം. നമുക്ക് ഭക്ഷണം പോലെയാണ് വസ്ത്രം. ഓക്കെ, നമുക്ക് ഈസി ആയി തോന്നും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്, പക്ഷെ ഒരിക്കലും അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനൊപ്പം തന്നെ കട്ട് ചെയ്തു നീറ്റായിട്ട് ഇവിടെയും കട്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇവിടെ വേസ്റ്റ് പീസ് വന്നു അല്ലേ, കണ്ടോ. അപ്പൊ ഇവിടേക്ക് നമുക്ക് 2 പീസ് ഉണ്ടാക്കണം അല്ലേ. അപ്പൊ നമ്മൾ 2 പീസ് ഇങ്ങനെ മടക്കിയിട്ട് ഈ മടക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ടോ. എന്നിട്ട് നമ്മൾ ഒരു പീസ് ഇതേപോലെ 2 എണ്ണമാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ 2 എണ്ണം എടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിവിടെ യോജിപ്പിക്കാനുള്ളതാണ്. യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് സെറ്റാക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മളെ സാറ്റിൻ ക്ലോത്തിൽ കുറച്ച് ക്ലോത്ത് ബാക്കി ഉണ്ടാവുമല്ലോ, അല്ലോ ഇത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ മുകൾ ഭാഗത്ത് ഇത് കൊടുക്കണ്ടേ, നമ്മളെ അലാസ്റ്റിക് ബാൻഡ് കൊടുക്കണ്ടേ. അതിന് വേണ്ടി നമ്മൾ പീസ് ആക്കി യോജിപ്പിക്കേണ്ടി വരും. വേറെ ക്ലോത്ത് ഇല്ല കേട്ടോ. ഇനി വേറെ ക്ലോത്ത് ഇവിടെ ഷോപ്പിലുണ്ടോ നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ പീസ് എടുക്കുക, ഇതുമൊന്ന് എടുക്കുക. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എത്ര ക്ലോത്ത് വേണം അതിനെ നമ്മൾ പീസ് യോജിപ്പിച്ച് ഓക്കെ ആക്കും കേട്ടോ. ശരി, ഇനി നമ്മളിതിൻ്റെ അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് ക്രോപ്പ് ടോപ്പിൻ്റെ ആണ്. അപ്പോൾ എങ്ങനെ നോക്കുക. അപ്പോൾ ലെങ്ത്ത് ആദ്യം നമ്മളിതിൻ്റെ വേസ്റ്റ് ക്ലോത്തിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. വേസ്റ്റ് ക്ലോത്തിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. പിന്നെ
ഇവിടുന്ന് ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. പറഞ്ഞില്ല, ഈ വീഡിയോ എടുക്കുന്നത് നിന്റെ വേറൊരു സ്റ്റാഫാണ് കേട്ടോ. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ നന്നായിക്കണോന്ന് വീഡിയോ കാണുന്നവരടുത്ത് ചോദിക്കണം, അവരടുത്ത് കമൻറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ, ആൾ വീഡിയോ എടുക്കല്ലേ, ഞാൻ ഓഫാക്കി പോയാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്താണോ പോരായ്മകൾ വെച്ചാൽ പറയണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 8.5 ഇഞ്ചാണ് ലെങ്ത്, അതിലേക്ക് 1 ഇഞ്ച്, അപ്പോൾ 9.5. ഇത് 9.5 കേട്ടോ. ഇവിടെ നമ്മൾ ഷോൾഡർ എടുക്കുന്നത് 5 ആണ് കേട്ടോ. 4.5 ഷോൾഡർ, അതിലേക്ക് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ 5 എടുത്തു. ആം ഹോൾ 4 എടുക്കുന്നത് കേട്ടോ. 4 എടുത്തു. ഇവിടെ നമ്മൾ 5 എടുത്തു. ചെസ്റ്റ് അളവ് നമ്മൾ 6.5 എടുക്കുന്നത്. ഓക്കെ, 6.5 മാർക്ക് ചെയ്തു. 1 ഇഞ്ച് 1.25 ഇഞ്ച് തുമ്പൂട്ട് കേട്ടോ. പിന്നെ നമ്മൾ താഴ്ഭാഗത്ത് ഒരു 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തുമ്പൂട്ടു. ഇതെന്താന്ന് വെച്ചാൽ ഈ ക്രോപ്പ് ടോപ്പിന്റെ ഒരു ഇത് ബാക്കിൽ മൊത്തം ഓപ്പൺ ആണ്. പിന്നെ ഫ്രണ്ട് നെക്ക് ബാക്കിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോവുകയാണ്, ബാക്കിൽ കയറിട്ട് കൊടുക്കുകയാണ്. അപ്പം ബാക്ക് ഓപ്പൺ ആയിട്ട് താഴ്ഭാഗത്ത് ഒരു 4 ഇഞ്ച് വീതിയിൽ താഴ്വശത്ത് മാത്രം ഒരു കൊളുത്തിടാൻ ഭാഗത്തിനുള്ള ഒരു പീസ് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പിന്നെ എന്താ പറയാ, വീഡിയോ കാണുന്നവർക്കൊരു പുതിയ ആശയമായതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മളിത് ഒരു 2.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നെക്കിന്റെ വിടുത്ത് 2.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് നമ്മളൊരു, ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഈ 3 ഇഞ്ചിൽ നിന്നാണ് കേട്ടോ. ആദ്യം ഇവിടെ ലൈൻ ഇട്ടില്ലേ, ഇതവിടെ വെയിറ്റിങ്ങിലാണ്. അതിനുശേഷം വരച്ച വരയിൽ നിന്നാണ് എല്ലാ അളവുകളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു 2.25 മാർക്ക് ചെയ്തു കേട്ടോ. 2.25 മാർക്ക് ചെയ്തു ഇവിടെ കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കണ്ടോ റൗണ്ട് ചെയ്തു. ഇവിടെ നമ്മളൊരു 1 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തു കേട്ടോ. 1 ഇഞ്ച്. ഓക്കെ, ഈ 1 ഇഞ്ച് ഇതിലേക്ക് ഇതിങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കർവ് ചെയ്ത് കൊടുത്തു. ഇതിൽ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് എടുക്കുകയാണ്. എന്തിനാ 1.5 ഇഞ്ച് എന്ന് വെച്ചാൽ 2 ഭാഗത്തും സ്റ്റിച്ചിങ്ങിൽ 1/2 ഇഞ്ചും പോവില്ലേ, 1/2 ഇഞ്ച് പോവും. അപ്പോൾ ചെറിയൊരു ഇത് കട്ടി വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്ര ഉള്ളത് നോക്കട്ടോ. ഇവിടെ ഉള്ളത് ഇത് 2.25 അല്ലേ. ഇപ്പോൾ 2.25 നമ്മൾ ഇവിടേക്കൊന്ന് കർവ് ചെയ്ത് കൊടുത്ത് കണ്ടോ. ഇതിൽ നിന്ന് ഇതിലേക്ക് അപ്പം ഇങ്ങോട്ട് വരും തോറും ഇതിൻ്റെ വിടുത്ത് കുറയാണ് അല്ലേ. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആട്ടോ, കയ്യില്ല കേട്ടോ. കയ്യില്ലാതെ നമ്മൾ നെക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടൂലേ, ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വരച്ചപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കൂലേ. ഇതിന് താഴ്ഭാഗത്ത് കൊടുക്കാനും പിന്നെ എവിടെ കൊടുക്കുക, നെക്കിലല്ലേ, നെക്കിലൊക്കെ കൊടുക്കാൻ ലേസ് ഉണ്ട്. നമ്മൾ നോക്കാം, നമുക്ക് കഴിയണ പോലൊക്കെ കാര്യങ്ങൾ വൃത്തിയും മെനയായിട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ കർവ് ചെയ്തില്ല, നമ്മൾ അവിടെയൊക്കെ കർവ് ചെയ്തപ്പോൾ നമ്മൾ മറന്നുപോയില്ലേ. ഇവിടെയും കൂടി കർവ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളിതിവിടെ ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. നോക്കട്ടോ, കണ്ടോ, ഇതാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ പൊതുവെ കൊളുത്ത് വെച്ചാൽ മതി, പക്ഷെ ജസ്റ്റ് ഒരു കയറിട്ട് കൊടുക്കുക. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് നമ്മൾ വലിയ കുട്ടികൾക്ക് ചെയ്യണ പോലെ അത്ര അങ്ങോട്ട് ബോഡി ടൈറ്റ് ആകുമ്പോൾ അവർ ഒരു പക്ഷേ കുട്ടികൾ പ്രയാസപ്പെടില്ലേ. അപ്പോൾ അതിനെ നമ്മൾ കയറിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ സംഭവം. ഇത്രയും നേരം ഞാൻ കട്ട് ചെയ്തപ്പോൾ എന്താ ഈ ടീച്ചർ കാണിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിങ്ങനെയാണ് ക്രോപ്പ് ടോപ്പിൻ്റെ ഒരവസ്ഥ. ഇനി ബാക്ക് പീസിന് വേണ്ടിയിട്ട് നമ്മൾ 5 ഇഞ്ച് കേട്ടോ, 4 ഇഞ്ച് മതി. അതിന് നമ്മൾ 1 ഇഞ്ച് എയർ എടുക്കും കേട്ടോ. അങ്ങനെ 5 ഇഞ്ചിൽ
നമ്മൾ 5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം. 5. ഓക്കെ, ഇവിടെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിനെ കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മളെപ്പോഴും നമുക്ക് തോന്നൂലേ ഇതിപ്പോൾ എന്ത് ചെയ്യാൻ ഇതിൻ്റെ അങ്ങനെ നമ്മളിത് കറക്റ്റാക്കി വെച്ചിട്ടോ. കണ്ടോ, അങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് ഇവിടെ വരുന്നത്, ഇവിടെ അല്ലേ വരുന്നത്, അവിടേക്ക് ഈ കൈക്കുഴി ഇതിൻ്റെ ഒപ്പം ജോയിൻ ആക്കുക കേട്ടോ. കണ്ടോ, ഓക്കെ. സ്ലീവ്ലെസ് ആണ്. അപ്പോൾ നമ്മളിതിനൊപ്പം ജോയിൻ ആക്കി. ഇനി നമ്മൾ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിനുള്ളത്. ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്, നിങ്ങൾ എത്രത്തോളം എളുപ്പമാണ് ഇത് നോക്കട്ടോ. ഇതേപോലെ ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം. സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് മേലെ ഷോപ്പൊക്കെ പോകണമെന്നാണ് വിചാരിച്ചത്. അപ്പം നിൻ്റെ താത്ത ലീവാണ്. അപ്പോൾ ലൈനിങ് ലേശം ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ വലുതാക്കി കട്ട് ചെയ്തോളൂ കേട്ടോ. അതെന്താ അറിയോ, ഇത് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രയാസം ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും, വെൽവെറ്റ് അല്ലേ, അതുകൊണ്ടാണ് ഇവിടെയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നെക്കായാലും നമുക്ക് കറക്റ്റാക്കി വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിനൊപ്പം കറക്റ്റ് കട്ട് ചെയ്യണ്ട, 1/2 ഇഞ്ച് ഉള്ളിൽ വിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. കേട്ടോ, 1/2 ഇഞ്ചിനെ നമ്മൾ ഉള്ളിൽ വിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ബാക്ക് പീസ് ഇവിടെ, ബാക്ക് പീസ് വരൂ, ബാക്ക് പീസ് ഇതാ. കണ്ടോ, ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം, വെറുതെ തുണി വേസ്റ്റ് ആക്കണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ താഴ്ഭാഗത്തേക്കുള്ള കണ്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ നെക്കിൽ കൊടുക്കാനുള്ളത് ഇതാണ് അല്ലേ. ഇത് നെക്കിൽ കൊടുക്കാനും ഇത് താഴ്ഭാഗത്ത് ഇങ്ങനെ കൊടുക്കൂല, നമ്മൾ മൊത്തത്തിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ലേസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അവരിവിടെ എന്താണ് ഇതുപോലെ കല്ലൊക്കെ ഉള്ള ലേസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു തരുന്നു. നമ്മൾക്ക് ഇത് ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം കൊണ്ടു തന്നിട്ട് ഇന്ന് 3 മണിയാകുമ്പോഴത്തേന് വേണമെന്ന് പറഞ്ഞ് തന്നുപോയ സാധനമാണ്. അപ്പോൾ ഈ കല്ല് പറിച്ചിരിക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കല്ലുള്ളതാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തുതരാൻ പ്രയാസമുണ്ട് പറഞ്ഞപ്പോൾ ഒരു നമുക്ക് ലേസ് മാറ്റി കൊണ്ടു തന്നതാണ്. അവർക്ക് ഇന്ന് അടിച്ച് കിട്ടിയേ പറ്റും, കല്യാണമാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ട എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കും കുറച്ച് കാര്യങ്ങൾ അറിയണവർക്കും ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ചെയ്യണം, പക്ഷെ എനിക്ക് കഴിയില്ല അങ്ങനെ ചിന്തിക്കണവർക്കും, എനിക്കൊരു വരുമാന മാർഗം വേണം അങ്ങനെ ആഗ്രഹിക്കണവർക്കും, സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇടണം കോൺഫിഡന്റ് ഇല്ല അങ്ങനെ ചിന്തിക്കണവർക്കും, ഞാൻ സ്റ്റിച്ച് ചെയ്യും എനിക്ക് കട്ട് ചെയ്യാൻ പേടിയാണെന്ന് പറയുന്നവർക്കൊക്കെ ഉള്ള ക്ലാസ്സാണ് കേട്ടോ. 500 രൂപ മാത്രം അടച്ചാൽ മതി. 6 മാസം വരെ പഠിക്കാം. ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക് എല്ലാം പഠിക്കാം. പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. മിക്ക ആൾക്കാർക്കും ധൈര്യമില്ലായ്മയാണ് പ്രധാന പ്രശ്നം. സ്വന്തമായിട്ട് ചെയ്യാൻ അറിഞ്ഞിട്ടും മറ്റേ ഷോപ്പിലോ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് സമയം അവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിനെ മറ്റൊരാൾ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോണ എത്ര പേരുണ്ടോ വീഡിയോ കാണുന്നത്. എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് അതിന്റെ ആവശ്യമില്ല. നിങ്ങളിലൊരു കഴിവുണ്ട്, കഴിവിനെ വികസിപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ല രീതിയിൽ എത്രത്തോളം മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ആ രീതിയിലേക്ക് നിങ്ങളെ വളർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുള്ള സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കയറി പഠിക്കൂലെന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നവരുണ്ടാവും. അത് നമ്മളൊരു എന്താ പറയാ തെറ്റിദ്ധാരണയാണ് കേട്ടോ. നമ്മളെ സ്റ്റുഡന്റിനെ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് കയറിയാൽ പഠിക്കാൻ കഴിയും, നല്ല രീതിയിൽ ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ പുറത്തേക്ക് ചെയ്യുന്നുണ്ട്. ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരുപാട് പേരുണ്ട് എന്നെ ക്ഷണിക്കാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു ഷോപ്പെങ്കിലും ഉദ്ഘാടനത്തിന് പോയിട്ട് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വിട്ടുതരാം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. കാരണം അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവുമല്ലോ, ഒരു ഷോപ്പ് ഇടണം, സ്വന്തമായിട്ട് എനിക്കൊരു വരുമാന മാർഗം വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം ധൈര്യമില്ലായ്മന്റെ പേരിൽ നിങ്ങളൊരു 500 രൂപ ചെലവഴിച്ചാൽ മതി. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഒരു 500 രൂപ ചെലവഴിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ 50,000 രൂപയെങ്കിലും ഏൺ ചെയ്യാനുള്ള ഒരു കൈത്തൊഴിലാണ് നിങ്ങൾ പഠിക്കുന്നത്.
അത്രയും പെർഫെക്റ്റായ രീതിയിൽ നമ്മളിലുള്ളത് എന്താണോ അതിനെയാണ് നിങ്ങൾക്ക് തരുന്നത്. അത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റായ രീതിയിലുള്ള ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ, ഇനി ഒന്നും അറിയാത്ത മക്കളാണെങ്കിലും, പിന്നെ ഇപ്പോൾ 6ാം ക്ലാസ് പഠിക്കുന്ന മോളിന്റെ ക്ലാസ്സിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പിന്നെ അതേപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, സ്വന്തമായിട്ട് യൂണിഫോം എങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവരെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ ഇത് ഞാൻ ചെയ്തതാണ് വളരെ അഭിമാനത്തോടെ പറയുന്ന നിമിഷങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതേപോലെ ഞാൻ ചെയ്തതാണ് എൻ്റെ മക്കളതെന്ന് പറയാനുള്ള അഭിമാന നിമിഷം. അതൊക്കെ വല്ലാത്തൊരു പിന്നെ എന്താ പറയുക അപൂർവമായ നിമിഷങ്ങളാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ 80 86 82 49 നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമ്മൾ ഇനി ഇത് സ്റ്റിച്ചിങ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ചെയ്തത് എന്താ ചെയ്ത് പറഞ്ഞു കേട്ടോ. ഒരു മിനിറ്റ്, പിടിച്ചെടുത്ത് കിട്ടൂല. സാറ്റിൻ്റെ ഉൾവശത്ത് നമ്മൾ ഈ നെറ്റ് വെച്ചു. ഓക്കെ, നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് താഴ്ഭാഗത്ത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മൾ ഒരിക്കലും മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യരുത്. മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഇവിടെ നൂല് പൊട്ടിയോ ഇല്ലല്ലോ. ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. താഴ്ഭാഗത്ത് ഇങ്ങനെ ചെയ്യാനേ പാടുള്ളൂ. നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ ഫുള്ള് ചെയ്യാം കേട്ടോ. വെറുതെ നമ്മൾ പിന്നെ വീഡിയോ ലെങ്ത് ഉണ്ടാവണ്ടല്ലോ. ഇങ്ങനെ ഫുള്ള് ചെയ്യാം. ഇനി നമ്മൾ ഇവിടുന്ന് ഇത് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇത് കറക്റ്റ് ചെയ്തിട്ട് അതിനടിമേലില്ല, മേലോട്ടിട്ട് കേട്ടോ. മേലോട്ടിട്ടിട്ട് ഈ നെറ്റ് നെറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടോ കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ പിടിച്ചു കൊടുക്കുക. ഉണ്ടോ? ഇതേപോലെ ഫ്രോക്കിൻ്റെ മാത്രം ക്ലാസ് ഉണ്ട് കേട്ടോ. ഡിസൈനർ ഫ്രോക്കിൻ്റെ മാത്രം ക്ലാസ് ഉണ്ട്. 500 രൂപ മാത്രം അടച്ചാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ക്ലാസ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. 1 ഇയർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കി. നിങ്ങൾക്ക് അതായിരിക്കും കൂടുതൽ നല്ലത്. ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പാൻറ്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, അരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക് എല്ലാം കൂടെ 1000 രൂപക്കാണ് തരുന്നത് കേട്ടോ. അത് ഈ മാസത്തെ ഓഫറാണ്. ഈ മാസത്തെ ഓഫർ കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടൂല, അത് കട്ടാവും കേട്ടോ. ഈ വേസ്റ്റ് ഈ വേസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യണത് താഴ്ഭാഗത്ത് ഒരിക്കലും കൂടെ മടക്കിയടിക്കുക കേട്ടോ. നേരത്തെ മടക്കിയടിച്ചില്ല നമ്മൾ, അതിനൊന്നും കൂടെ കണ്ടോ ഇങ്ങനെ കവർ ചെയ്ത് അടിക്കുക. ഇതേപോലെ ഫുള്ള് മടക്കിയടിക്കുക കേട്ടോ. ഉള്ളിൽ സ്റ്റിഫ് നെറ്റ് വെച്ചു സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതിനെ 4ആയി മടക്കുകയാണ് കേട്ടോ. ഇതിനെ നമ്മൾ 4ആയി മടക്കിയിട്ട് എല്ലായിടത്തും ഓരോ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, തുല്യമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് കാണിക്കുക. ഒന്നിവിടെ, 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 ഒന്ന് ഇവിടെ. എന്നിട്ട്
ഇതിന് അതേപോലെ 4 ആയി മാർക്ക് ചെയ്യാം കേട്ടോ. ഇതിന് നമ്മൾ അതേപോലെ തന്നെ 4 ആയിട്ട് മാർക്ക് ചെയ്യണം. നമ്മളിത് മാർക്കിങ് കൊടുക്കുക കേട്ടോ. ഇവിടെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബ്ലാക്ക് ആയതുകൊണ്ട് കട്ട് ചെയ്താലും നമ്മൾ കാണൂല. അതേപോലെ ഈ പോയിന്റിലൊക്കെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. കുറച്ച് പണിയാണിത് ചെയ്യാൻ. ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇവിടെ വെച്ച് കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുക കേട്ടോ, ലൈനിങ്ങും ക്ലോത്തും വ്യത്യാസമില്ലേ. ഓക്കെ, ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കേട്ടോ. നമ്മൾ ഞെറിവിടുകയാണ് കേട്ടോ. ഞെറിവിടാൻ നിവർത്തിയിട്ടതാണ്. കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ, ഉള്ളത് പറയാലോ. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിളാണെന്ന്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നൂല് പോകുന്നു. നൂല് നമ്മൾ കോർക്കുക. നമ്മൾ നോക്കുക ഇവിടെ നമ്മളെ മാർക്കിങ്. ഇവിടെയാണ് മാർക്കിങ്. ഈ മാർക്കിങ്ങും ഇവിടെ ഈ മാർക്കിങ്ങും ഒന്നിച്ച് വരണം. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു ഞെറിവുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. കല്ലാണ്, സൂചി പൊട്ടുമോ അറിയില്ല. നോക്കി നോക്കാം. വലിയൊരു പ്രോബ്ലം കല്ല് കാണിക്കില്ല. ഇനി പറഞ്ഞു പൊട്ടുമെന്നും അറിയില്ല. ഇതേപോലെ ഇത് ഇവിടെ വരണം. ഇവിടെ വരണം കേട്ടോ. ഇവിടെ വരത്തക്ക രീതിയിൽ നമ്മൾ ഞെറിവിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ നെറിവ് ഇവിടെ കട്ടിങ് ഇവിടെയാണ് കേട്ടോ. ഇതുമാണ് കവർ ചെയ്യേണ്ടി കേട്ടോ. ഇതേപോലെ നമ്മൾ മൊത്തം ഭാഗങ്ങളും നെറിവിട്ട് കൊടുക്കുക. ഓക്കെ, നെറിവിട്ട് കൊടുത്തതിൻ്റെ ശേഷം കാണിച്ചാൽ പോരെ. ഇതൊന്ന് വരുന്നത് എങ്ങനെയെന്നും കൂടെ പറയാട്ടോ. ഇത് മൊത്തം ചെയ്ത് കാണിക്കുമ്പോഴാണ് ആ ഒരു ഭംഗിയും ഫിനിഷിങ്ങും കിട്ടുക കേട്ടോ. ഇതേപോലെ ഒരു ക്ലോത്തൊക്കെ എടുത്തിട്ട് മക്കൾക്കോ പേരക്കുട്ടിയൊക്കോ സ്വന്തമായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ നമ്മൾ വെട്ടും നമ്മളെ മാർക്കിങ്ങും ഒന്നിച്ച് വന്നു കണ്ടോ. മാർക്കിങ് അവിടെ, വെട്ടവിടെ. അപ്പോൾ കണ്ടോ, ഇതേപോലെ നമ്മൾ മൊത്തം ചെയ്യട്ടോ. ഇനി നെക്സ്റ്റ് മാർക്കിങ് ഇവിടെയാണ് വരുന്നത് കണ്ടോ. നെക്സ്റ്റ് മാർക്കിങ് ഇവിടെയാണ് വരുന്നത്. നമ്മളെ കട്ടിങ് വരുന്നത് ഇവിടെയാണ്. ഇത് രണ്ടും യോജിക്കുന്ന രൂപത്തിൽ ഞെറിവിട്ട് കൊടുക്കുക. അതിനാണ് നമ്മൾ 4 ആയി മടക്കിയിട്ട് ഇതുമ്മലും മാർക്ക് ചെയ്തത്, ഇതുമ്മലും മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ മാത്രമേ നമുക്ക് തുണിനെ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, കാത്തിക്ക നമ്മൾ ഇതാ ഞെറിവിട്ടിട്ടോ. കേട്ടോ, ഇതിൻ്റെ തിക്നെസ് ഇനി നമ്മൾ ഇലാസ്റ്റിക്കും കൂടെ വെക്കുമ്പോൾ ഒന്നും കൂടി തിക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും വിടുത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇത് ഡബിൾ ഫ്ലെയർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. താഴ്ഭാഗത്തേക്ക് നല്ലോണം ഇറക്കി കട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, മുകളിൽ ബാൻഡ് വെച്ച് കൊടുക്കുക അല്ലേ. അതിൻ്റെ മുമ്പ് നമ്മൾ കോട്ടൻ്റെ നമ്മളതില്ല ഇത് കോട്ടൺ ഇതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിൽ കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി അതെങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ക്ലോത്ത് വെച്ച് പിടിപ്പിക്കുക. 2 ഭാഗത്തുണ്ട് കേട്ടോ. 2 ഭാഗത്തേക്ക് ക്ലോത്ത് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ സ്ട്രൈറ്റ് ആയ ഭാഗമാണ് വെക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ വെക്കാം.
ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മളിതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഭാഗം യോജിപ്പിച്ച് വേസ്റ്റ് പീസ് നമ്മൾ ഇവിടെ യോജിപ്പിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്തുണ്ടാക്കുമ്പോൾ കുറച്ച് പണികൾ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇത് കുറച്ച് ഇങ്ങനെ കോണുള്ള ഭാഗം വേണ്ട, മുകൾ ഭാഗം ഒരു സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇവരെ കത്രികൊന്നും ഒരു മുറിച്ചില്ല. കത്രികമ്മ വെട്ടിയിട്ട് മനുഷ്യന് ഇവിടുന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്ത് വെച്ചിടി നൂലിന് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതേപോലെ ചെയ്ത് ഇനി നമ്മളിത് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്യണ കൂടി കാണിക്കുക. പിന്നെ താഴ്ഭാഗത്ത് മടക്കി അടിക്കട്ടോ. നേരത്തെ ചെയ്ത പോലെ മടക്കി അടിക്കട്ടോ. നമ്മള് തുണി വെച്ചിട്ട് കേട്ടോ കറക്റ്റ് ചെയ്തില്ലേ, വേസ്റ്റിനൊക്കെ ഒഴിവാക്കിട്ടോ. നമ്മളിവിടെ നിന്ന് അതേപോലെ ഇവിടെ കേട്ടോ. ഇതിൽ താഴ്ഭാഗം മൊത്തം നമ്മൾ മടക്കി അടിക്കുക ചെയ്യണം കേട്ടോ. മടക്കി അടിച്ചിട്ട് സിമ്പിളായിട്ട് അടിക്കുക. നേരത്തെ പറഞ്ഞില്ലേന്നോ, അത് സിമ്പിളായിട്ട് അടിക്കുകയെന്ന്. ഇതേപോലെ അടിക്കുക. പിന്നെ മൊത്തം റൗണ്ട് ചെയ്ത് അടിക്കുക കേട്ടോ. ഇതിൻ്റെ മേലെ കോട്ടണില്ലേ, കോട്ടണിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത തുമ്പ് ഉള്ളോട്ടിടണം കേട്ടോ. തുമ്പ് ഉൾവശത്തേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ നേരത്തെ നെറിവിട്ട സംഭവം ഉണ്ടല്ലോ, അത് ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ വൃത്തി പോകും. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നിവർത്തിയിട്ടിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. വെച്ചിട്ട് ഉണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിലത്തെ നെറ്റ് കുടുങ്ങാതെ നോക്കണം കേട്ടോ. നെറ്റ് കുടുങ്ങുക മീൻസ് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഉൾവശം ഇങ്ങോട്ട് കയറി വന്നിട്ട് കുടുങ്ങൂല. വേണ്ടോ, അതിങ്ങനെ കയറി വരില്ല. അങ്ങനെ കയറി വരാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. സ്റ്റിഫ് നെറ്റ് മേലോട്ട് കയറി വരും കേട്ടോ. അത് ക്രോസ് ആയിട്ട് നിൽക്കുകയല്ലേ, മേലോട്ട് കയറി വരും. അപ്പോൾ നമ്മൾ അത് കുടുങ്ങി പോവാതെ നോക്കണം കേട്ടോ. അങ്ങനെ ഇത് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. മൊത്തത്തിൽ ഓക്കെ. ഇത് സാറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ. ഇത് ഞാനുള്ളത് പീസ് വെച്ചതാണ് കേട്ടോ. ഇല്ലാഞ്ഞിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ആദ്യം നമ്മൾ മടക്കി അടിക്കുകയാണ് കേട്ടോ. നല്ല ഭാഗം ഇങ്ങനെ താഴ്ഭാഗത്ത് മടക്കി അടിക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ
ഇത് സാറ്റിൻ തന്നെ വേണം കേട്ടോ. നമുക്ക് മുകൾ ഭാഗത്ത് ഇങ്ങനെ കാണുമല്ലോ. ക്രോപ്പ് ടോപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ചും കാണും. അപ്പോൾ ഈ നെറ്റ് ഇടാൻ കഴിയൂല. നെറ്റ് ഇട്ടാൽ ചോറ് ചെറിയ കുട്ടികളല്ലേ ഇങ്ങനെ കുത്തിക്കൊണ്ട് നിൽക്കും. അപ്പോൾ സാറ്റിൻ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് പോകും കേട്ടോ. താഴ്ഭാഗത്ത് നല്ല ഭാഗമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഭാഗത്തുമ്പോൾ നമ്മളെ മിഡിൻ്റെ ഉൾവശം വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുമേൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പോകും കേട്ടോ. ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യും. ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എൻഡിങ്ങിൽ ഇവിടെ കൊടുത്ത് നിർത്തുക കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ വിചാരിച്ച എളുപ്പത്തിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. ഇതിനെങ്ങനെ കറക്റ്റ് ചെയ്യാം. ഇതിനെ കറക്റ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് ഇപ്പം നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ലേ ചെയ്യുക. അപ്പം ഇങ്ങോട്ട് കുറച്ച് ചെരിഞ്ഞിട്ട് വരും കേട്ടോ. ഉണ്ടോ? ഇങ്ങനെ വന്നാൽ മതി. ഒരു 4 ഇഞ്ച് ചെരി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ കുട്ടിൻ്റെ ഉണ്ടോ അരൻ്റെ റൗണ്ട് നോക്കിയിട്ട് നോക്കി അലാസ്റ്റിക് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അലാസ്റ്റിക്കിനെ ഇങ്ങോട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവരും. ഓക്കെ കേട്ടോ. ഇങ്ങനെ കവർ ചെയ്യുക. നമ്മൾ ഉണ്ടോ ഇങ്ങനെ വെക്കുക. അലാസ്റ്റിക് കൂടെ 1 ഇഞ്ച് ഇങ്ങനെ തള്ളി വെക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കേട്ടോ. ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഇവിടെ അലാസ്റ്റിക്കും ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്താ പറയുക, അലാസ്റ്റിക് നീങ്ങി പോകാതിരിക്കാൻ കേട്ടോ. ഒരു സ്റ്റിച്ച് ഇട്ടാൽ മതി. അലാസ്റ്റിക് എപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും പിന്നെ കൂടുതൽ ഇലാസ്റ്റിക് വേണം ചെയ്യാൻ. ചെറിയ പീസുമ്പോൾ ചെയ്യാൻ പ്രയാസമാണ്. ഇങ്ങനെ ചെയ്തെടുക്കാൻ പ്രയാസമാണ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെ ഉണ്ടോ അലാസ്റ്റിക്കുമ്പോൾ കുടുങ്ങരുത് കേട്ടോ. അലാസ്റ്റിക്കുമ്പോൾ സ്റ്റിച്ച് കുടുങ്ങാതെ അത്ര ടൈറ്റിൽ ഇങ്ങനെ വരണം കേട്ടോ. അത് നമ്മൾ മൊത്തം ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ
ശരിക്കും നമ്മൾ അലാസ്റ്റിക് ഇതുമ്പോൾ വെച്ചിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുക ചെയ്യേണ്ടത്. അലാസ്റ്റിക് ഇല്ല, ഉള്ള 15 ഇഞ്ച് നമ്മൾ ഇതിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. കുട്ടിൻ്റെ ഷേപ്പ് റൗണ്ടിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ അലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. കണ്ടോ, വലിച്ച് കൊടുത്ത് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ എപ്പോഴും അലാസ്റ്റിക് കട്ട് ചെയ്യാതെ തന്നെ ചെയ്യുക. അപ്പോൾ അത് ഉള്ള അലാസ്റ്റിക് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ അലാസ്റ്റിക് വാങ്ങണ്ടല്ലോ വിചാരിച്ചിട്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കണ്ടോ, നമുക്കൊരു ആശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അലാസ്റ്റിക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനൊരു കുഴപ്പമുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. പിന്നെ അലാസ്റ്റിക് ഇല്ല, ലാസ്റ്റിക്കിന് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ അലാസ്റ്റിക് കട്ട് ചെയ്താൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫിനിഷിങ്ങും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ വീണ്ടും വലിച്ചു, എന്നിട്ട് നമ്മൾ എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു മീറ്റർ അലാസ്റ്റിക് വാങ്ങിയാൽ മതി അല്ലേ? പ്രയാസം പ്ലാസ്റ്റിക് തികയാഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഇത് ചെയ്താലോ വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്റ്റാഫ് പറയണേ, നമുക്ക് അടുത്ത് തന്നെ ഷോപ്പ് ഉണ്ടായിട്ടല്ലേ ഇത് കിട്ടണത്. ഇത് കിട്ടാത്തവർക്ക് ഇതേപോലെ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി ചെയ്ത് പഠിക്കണ്ടേ? അപ്പോൾ ശരിയാണ്, അവൾ പോയിൻ്റ് കേട്ടോ പറഞ്ഞത്. ഇനി നമ്മൾ ഇത്ര സ്ഥലം വരെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത്ര സ്ഥലം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അലാസ്റ്റിക്കിനെ വലിച്ച് യോജിപ്പിക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴേക്കും ഇയാളവിടെ നിന്ന് അങ്ങനെ ഊരിപ്പോയാൽ നമുക്ക് പണി കിട്ടും കേട്ടോ. നമ്മൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നോ, അതൊന്ന് അഴിക്കുക കേട്ടോ. ഒരു കുഞ്ഞു സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അങ്ങനെ കറക്റ്റായി വെക്കുക കണ്ടോ. ഇതിനങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് കണ്ടോ നന്നായി കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. പൊട്ടിപ്പോവാത്ത രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇത് നന്നായി കെട്ടിടുന്നത് എന്തിനാന്ന് വെച്ചാൽ പൊട്ടി പോവാതിരിക്കാനാട്ടോ. സ്റ്റിച്ച് പവറില്ലാഞ്ഞാൽ പൊട്ടി പോട്ടോ. അങ്ങനെ നമ്മൾ അത് ചെയ്തു. നമ്മളിത് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ കുറച്ച് സ്പേസ് ഇല്ലേ നേരത്തെ, അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഇതിനെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ,
ഗൈസ് നമ്മളെ സ്റ്റിച്ചിങ് എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞു ഉണ്ടോ, മൊത്തത്തിൽ കവർ ചെയ്യാം. ഓക്കെ, എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? പൊങ്ങിക്കില്ലേ അല്ലേ? ഇതിങ്ങനെ നിൽക്കാൻ കാരണം എന്താ അറിയോ? എന്തുകൊണ്ടാണ് നിൽക്കണേ? നമ്മൾ സ്റ്റിഫ് നെറ്റ് അത്ര കവർ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കൂല കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതെന്താ എന്തായാലും പിന്നെ അലാസ്റ്റിക് ചുരുണ്ട് കയറാതിരിക്കാനാണ് കേട്ടോ. സെൻറ്ററിൽ കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. സ്റ്റിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൊത്തം ഒരേ ലെവലിൽ വലിക്കുക കേട്ടോ. ഇങ്ങനെ വലിക്കുക, ഒരു 5 ഇഞ്ചിന്ന് പിടിക്കുക. 5 ഇഞ്ച് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ വലിച്ച് 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 സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് നമ്മൾ പണിയെടുത്തു കേട്ടോ, കുറച്ച് ഡിഫിക്കൽട്ടാണിത്. ഓക്കെ, മൊത്തത്തിൽ വലിച്ച് സെറ്റാക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്രോപ്പ് ടോപ്പാണ് ചെയ്യാനുള്ളത് കേട്ടോ. മിഡി ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോഡിയിൽ അളവെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ അളവെടുത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കണവരാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിൽ കാരണം കേട്ടോ. ഉണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ടോപ്പ് കൂടെ കാണിക്കാം കേട്ടോ. ഉണ്ടോ, നല്ല തിക്കുണ്ട്, നല്ല ഫ്ലെയർ ഉണ്ട്, ഞെറിവുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഈ ഒരു ഫിനിഷിന് നമുക്ക് നോർമൽ നെറിവിട്ടാൽ കിട്ടൂല കേട്ടോ. ഇത് നമ്മൾ ക്രോസ് ആയിട്ട് പിന്നെ ഇത് ഉള്ളിലത്തെ ക്ലോത്ത് നമ്മളെ സാറ്റിൻ ക്ലോത്ത് ക്രോസ് ആയി കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതേപോലെ ഇത് നിൽക്കുക, അല്ലാതെ ഇങ്ങനെ നിൽക്കൂല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ക്രോപ്പ് ടോപ്പ് കാണിക്കാം കേട്ടോ. ഇത് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ താഴ്ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യും, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അതേപോലെ ഇവിടെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് ഒരു കയറ് കൊടുക്കാണ്ട് അത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിക്കട്ടോ. ആദ്യം നമ്മൾ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെക്കണത് കേട്ടോ ഒരു വെൽവെറ്റിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ. നല്ല ഭാഗവും ലൈനിങ്ങും കൂടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് ചെയ്തു. 2 സൈഡ് ചെയ്യണില്ല കേട്ടോ. 2 സൈഡിൽ കൂടെ വേണം നമുക്കിത് കറക്റ്റ് ചെയ്ത് എടുക്കാൻ. ഓക്കെ, ആദ്യം നമ്മൾ താഴ്ഭാഗത്തെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. താഴ്വശത്ത് ഇവിടെ ചുളിഞ്ഞതാണോ കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യട്ടോ. നിങ്ങൾക്ക് റൗണ്ട് ചെയ്യണ സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ലെങ്കിൽ സ്റ്റാൻഡൊക്കെ ഒന്ന് പൊക്കി ക്ലോത്തൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. തിരക്കിട്ടൊന്നും ഓടണ്ട കേട്ടോ. നമ്മൾ ഇതേപോലെ ഇവിടെ നിർത്തിട്ടോ. ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ചെയ്യണ എന്താ അറിയോ, ഇതാ ഇതിങ്ങനെ ഉള്ളോട്ട് വെച്ചു കൊടുത്തു, ഉള്ളിൽ വെച്ചു കൊടുത്തു. ഇത് നമ്മളിങ്ങനെ ഒന്ന് കെട്ടിട്ടെടുത്തതാണ് കേട്ടോ. ഇത് നമ്മളിതിനെ ഉള്ളോട്ട് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇന്ന് ഒക്കെ ചുളിവ് വന്നാണ്, ചുളിവൊക്കെ നിവർത്തി കൊടുക്കട്ടോ. ഇതേപോലെ ഒക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ. അതേപോലെ നമ്മൾ ഇവിടെ
ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടെ വെച്ച് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ആയിരിക്കും കൂടുതൽ എളുപ്പം. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണ മുമ്പ് തന്നെ ഈ കയറ് വെച്ച് കൊടുക്കട്ടോ. കുറച്ച് നമ്മൾ കയറ് ഇതിലേക്ക് എടുത്തിടാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇതൊന്നും ഓക്കെ. എന്നിട്ട് നമ്മളിവിടെ ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് മറ്റേ കത്തിരി കിടത്താം. അതേപോലെ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ? ഇനി നമ്മൾ ഇവിടെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒരു വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തു. അതേപോലെ ആം ഹോള് പിന്നെ കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്യാൻ മീൻസ് സ്റ്റിച്ചുമ്മ കുടുങ്ങരുതേ. ജസ്റ്റ് തുമ്പ് മാത്രം കട്ട് ചെയ്ത് കൊടുത്ത് നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ മറിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളിൽ കൂടെ നമ്മൾ മറിക്കുകയാണ്. അതേപോലെ നമ്മുടെ ബ്ലൗസ് കണ്ടോ. ബാക്ക് പീസാണിത് കേട്ടോ. ഈ ഒരു പീസിനെ രണ്ട് ഭാഗം നമ്മൾ കവർ ചെയ്യാണ് കേട്ടോ. ബാക്ക് പീസിനെ നമ്മൾ രണ്ട് ഭാഗം കവർ ചെയ്യാണ്. ആദ്യം താഴ്ഭാഗം കവർ ചെയ്യാം. ഓക്കെ. കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഭാഗവും ലൈനിങ്ങും കൂടി ഒന്നിച്ചാണ്ടാവുക. മുകൾ ഭാഗത്തേക്ക് നമ്മളെ വെൽവെറ്റിൻ്റെ ഉൾവശം ഉണ്ടാവും കേട്ടോ. നല്ല ഭാഗം പോയിട്ടോ, ഉള്ളിലാണ് ഉണ്ടാവുക കേട്ടോ. അതേപോലെ ഇവിടെ നമ്മൾ ചെയ്യാണ് കേട്ടോ. ഇനി നമ്മളിത് മടക്കുക കേട്ടോ. ഇതിനെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഷേപ്പ് കൂട്ടി കൊടുക്കുക. ഇവിടെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇനി ചെയ്യണം എന്താണെന്ന് വെച്ചാൽ സെൻറ്ററൊക്കെ കൂട്ടുന്ന മുമ്പ് ഇതിൻ്റെ ലേസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ മടക്കി വെക്കുക കേട്ടോ. ഇവിടെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ പതുക്കെ ഇങ്ങനെ ഇത് വെൽവെറ്റ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റിൽ കിട്ടാൻ പണിയാട്ടോ. അങ്ങോട്ടൊക്കെ നീങ്ങും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറേ വെച്ച് കൊടുക്കാൻ പറ്റില്ല, കുറേശ്ശെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്യട്ടോ. പേരക്കിടാങ്ങൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ ഇടുകൊണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ ക്ലാസ് കയറിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ കോഴ്സ് 2 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കരുതുക. ഓക്കെ. അങ്ങനെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടോ. ജസ്റ്റ് ഇവിടെ ഒരു അടിക്ക് കൊടുക്കണം. നമുക്ക് തങ്ങിക്കാൻ അടിക്കണം.
ഇങ്ങനെ ഇതിനെ ഒന്ന് നമ്മൾ ഇങ്ങനെ അമർത്തി അടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി നീറ്റായിട്ട് നിൽക്കും കേട്ടോ. നമ്മൾ ഇത് കഴിഞ്ഞ് ഓക്കെ. ഇപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ സിൽവർ വെച്ചിട്ടോ. ഈ താഴ്ഭാഗത്ത് വെക്കാൻ തൂങ്ങണ സിൽവർ ഇതാണുള്ളത്, ലേസാണുള്ളത്. നമ്മളത് സ്റ്റിച്ച് ചെയ്ത് മുഴുവനാക്കാം കേട്ടോ. നമുക്ക് സമയം കുറവാണ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഇതുണ്ടായിരിക്കുക. ഈ നമ്മൾ ഈ ലേസ് കറക്റ്റായിട്ടൊരു ഫിനിഷിങ് കിട്ടൂലല്ലോ. അപ്പം അതിൻ്റെതായ ഇത് കുട്ടിയിടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ കെട്ടി കൊടുക്കുക ചെയ്യുക കേട്ടോ. ഇങ്ങനെ കെട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും പ്രസ് ചെയ്ത് കൊടുക്കണം. നൂല് മാറ്റട്ടെ കേട്ടോ. അസറിന് ഔട്ട് ബാക്ക് പീസ് കേട്ടോ. ബാക്ക് പീസ് നമ്മൾ കവർ ചെയ്തു, രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തു കണ്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് നമ്മളെ ആം ഹോളില്ല കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് നമ്മൾ അളവ് നോക്കുക. ടേപ്പ് എടുത്തോണ്ട് അളവ് പകുതി 7 കേട്ടോ. 14ന്റെ പകുതി 7. എത്രയാണ് 5 ഷേപ്പ് 5. ചെസ്റ്റ് 6 അല്ലേ പറഞ്ഞിരുന്നത്? 6 6 18 അല്ലേ? 5 6 കൊടുക്കണം കേട്ടോ. താഴെ 5 6 ഇവരെ അളവിലുള്ള കണക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർ നികത്തി കൊടുക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇങ്ങനെ ചെയ്തു. അതേപോലെ നമ്മൾ ഇവിടെയും ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിനൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ, കൂടി കാണിക്കാം കേട്ടോ. ബാക്കിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് പീസിനെ കട്ട് ചെയ്യാണ് കേട്ടോ. കറക്റ്റ് മാർക്ക് ചെയ്യാം. നിലവിലുള്ള അളവിനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. എത്രയാണ്? 10. 10ന്റെ പകുതി 5. മുകൾ ഭാഗത്ത് 12. 12ന്റെ പകുതി 6. ഇതിലൊരു ലൈൻ ഇട്ട് കൊടുത്തു. ഓക്കെ, താഴത്തെ പീസ് പെടരുത് കേട്ടോ, പെട്ടാ പാളി. മേലത്തെ പീസ് മാത്രം. ഇതെന്തിനാന്ന് വെച്ചാൽ ഉക്ക് വെക്കാനാട്ടോ. ഉണ്ടോ ഓപ്പൺ. ഇനി നമ്മൾ ഇതുമേൽ കോട്ടൺ കൊണ്ട് കവർ ചെയ്യാണ് കേട്ടോ. കോട്ടൺ. അപ്പോൾ ഇതിങ്ങനെയാണ് കൊളുത്തുക. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊളുത്തി കൊടുക്കല്ലേ ചെയ്യണത്. അപ്പോൾ കൊളുത്തി കൊടുക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് കൊളുത്തുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ ഉള്ളോട്ടാണ് മടക്കിയടിക്കേണ്ടി കേട്ടോ. അവിടെ നമ്മൾ ഉള്ളോട്ട് മടക്കിയടിക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മളിത് മടക്കി. എന്നിട്ട് ഇങ്ങനെ മടക്കി. ഇത് കട്ടില്ലാത്ത ക്ലോത്ത് അല്ലേ, അപ്പോൾ ഒന്നും കൂടെ മടക്കി ഉള്ളോട്ട് മടക്കി കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ. താഴെ എന്തിനാ സ്റ്റിച്ച് ഇടണമെന്ന് വെച്ചാൽ നമ്മൾ മടക്കുന്ന സമയത്ത് ഫിനിഷിങ് നഷ്ടപ്പെടാതിരിക്കാനാണ് കേട്ടോ. മുകളിൽ നമ്മൾ മടക്കുമ്പോൾ തന്നെ കിട്ടും, പക്ഷെ താഴെ നമുക്കത് അത്ര തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ആദ്യം നമ്മളിത് ഒരു മടക്കി. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കുക. ഇതിൻ്റെ കറക്റ്റിക്ക് ഇങ്ങനെ മടക്കുക. കറക്റ്റിൽ മടക്കി എന്നിട്ട് നമ്മൾ വീണ്ടും മടക്കി ഉണ്ടോ. ഇതായിരിക്കണം ഇതിൻ്റെ ഫിനിഷിങ് കേട്ടോ. കണ്ടില്ലേ? അപ്പം നമ്മൾ ഇത് പ്രസ് ചെയ്യാണ്. ഇതെന്താണ്? ഇത് നമുക്ക് ഹുക്ക് തുന്നാനുള്ള ഭാഗമാണ് കേട്ടോ. കേട്ടോ. ഓക്കെ, ഇനി നമ്മളിവിടെ കൊളുത്താനുള്ള ഭാഗം വേസ്റ്റ് പീസിൽ നിന്ന് ഒരു പീസും കൂടെ നമ്മൾ എടുക്കുകയാണ്. കുറച്ച് വീതിയുള്ള പീസാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ച് വീതിയുള്ള പീസ് എടുത്തു.
എന്നിട്ട് നമ്മൾ താഴ്ഭാഗത്ത് വെക്കുക ചെയ്യണം. ഇതിൻ്റെ ഇങ്ങനെ താഴ്ഭാഗത്ത് വെച്ചു. ഇങ്ങനെ വെച്ചു. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മളിതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്ത് സംഭവം നമ്മൾ എക്സ്ട്രാ പീസ് വെക്കുകയാണെങ്കിലും ഒരു പ്രസ്സിങ് അതിൻ്റെ ഫിനിഷിങ് ആണ് കേട്ടോ. ഉണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്യാം. ഉണ്ടോ? ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ നേരത്തെ മടക്കി വെച്ച പോലെ മടക്കി വെക്കാതെ ഇവിടെ രണ്ട് ഭാഗത്തും സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇതിന് വീതി കൂടുതലായിരിക്കും മറ്റേതിനെ അപേക്ഷിച്ച്. നമുക്കിത് പുറത്തോട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ നല്ല കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇത് ചെയ്തു. നൂലുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തു. നൂലൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി. ഇത് പുറത്തേക്കുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ ഉക്കിടാൻ കൊളുത്താൻ നമ്മൾ കൊളുത്ത് തുന്നുക ചെയ്യണം കേട്ടോ. ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അതിങ്ങനെ ഓപ്പണായി വരും. സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ തുന്നി പിടിപ്പിക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ തുന്നാനുള്ള സ്പേസാണ് നമ്മൾ പുറത്തോട്ടാണ് തള്ളുന്നത് കണ്ടോ. പുറത്തോട്ട് തള്ളിയിട്ടാണ് ചെയ്യുന്നത്. ഭാഗം കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിരുന്നു സ്കേർട്ടും ക്രോപ്പ് ടോപ്പും ആണ് സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ സ്കേർട്ട്, ഇതിന്റെ ക്രോപ്പ് ടോപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ രൂപം എന്താ മാം കാണിക്കാനെന്ന് ഒരുപാട് പേര് ചോദിക്കും. അപ്പോൾ അവർക്കൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ വീഡിയോ. ഇങ്ങനെയാണുള്ളത്. ഓക്കെ, താഴ്ഭാഗത്ത് ഇങ്ങനെ, മുകൾ ഭാഗത്ത് കണ്ടോ നെക്കിനാണ് ഇത് ഇങ്ങനെ ബാക്കോട്ട് കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്ലീവ്ലെസ് ആണ്. പിന്നെ ബാക്കിൽ ചെറിയൊരു പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഇത്ര വീതിയേ ഉള്ളൂ. ബാക്ക് മൊത്തം ഓപ്പൺ ആണ്. അപ്പൊ ഇതേപോലുള്ള മോഡലുകൾ പഠിക്കണം. എനിക്ക് സ്വന്തമായിട്ട് ഒരു തൊഴിൽ പഠിക്കണം, സ്വന്തമായി പുറത്തേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കണ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതേപോലെ സ്വന്തം കഴിവിനെ തിരിച്ചറിയാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും അറിവുണ്ടായിട്ടും കട്ട് ചെയ്യാൻ പേടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അളവെടുത്ത് കട്ട് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അത് ഷുവറാ. എന്നെ വിളിക്കുന്നവർ മൊത്തം പറയില്ല ഞങ്ങൾക്ക് അളവെടുത്ത് കട്ട് ചെയ്യാൻ പേടിയാണ് മിസ്സേ, ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ A to Z അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന 500 രൂപേന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക് ഏത് മോഡലും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടിപ്സ് അടങ്ങിയ ക്ലാസ്സാണ് ഉണ്ടായിരിക്കുക. കൂടാതെ നമ്മൾ ഈ മാസം 30 വരെ ഒരു ഓഫർ ഉണ്ട്. 1000 രൂപ മാത്രം അടച്ചാൽ 1 വർഷം വരെ പഠിക്കാം. അതിൽ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പാന്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവരൊക്കെ 80 86 82 49 49 പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓഫർ ആരും മിസ്സാക്കല്ലേ. ഏറ്റവും മികച്ച ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.